என் நெஞ்சில் குடியிருக்கும் அந்த அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே இவ்வளவு பாயிண்ட் வர ஒரே கேங் தான். ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ട് നമ്മൾ വേറൊരു ഫാൻറ്റസി ക്രിക്കറ്റ് ഗെയിം ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഒരുപാട് നല്ല റീച്ച് കിട്ടി. ലാസ്റ്റ് നമ്മൾ ചെയ്ത ക്രിക്കറ്റ് ഫാൻറ്റസി ക്രിക്കറ്റ് ആപ്പിൻ്റെ വീഡിയോയിലേക്ക് അതിന് നല്ല റെസ്പോൺസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഈ വർഷത്തെ ഒരു ഫാൻറ്റസി ആപ്ലിക്കേഷൻ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തു. കുറച്ച് വെറൈറ്റി നോക്കി പോയതുകൊണ്ടാണ് 4-5 ദിവസം വൈകിയത്. അപ്പോൾ ഇതിന്റെ വെറൈറ്റികളെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കൂടുതലായിട്ട് ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതിലെങ്ങനെ കളിക്കണം എന്നൊന്നും പ്രത്യേകിച്ച് പറയാൻ പോകുന്നില്ല. കാരണം എല്ലാവർക്കും അതിനെ കുറിച്ച് എങ്ങനെ കളിക്കണം, എങ്ങനെ ടീം ഇടണം എന്നൊക്കെ അറിയാം. ഇതിന്റെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ബാക്കിയിൽ നിന്ന് എങ്ങനെ വ്യത്യാസമാക്കണം, അത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകാൻ നോക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ഇതുപോലത്തെ വരും. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ആപ്പിന്റെ പേര് വന്നിട്ട് Vision11. Vision11 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ 2019 ലോഞ്ച് ആവുന്നത്. ഞാൻ 2019 കുറച്ച് സമയം ഇത് കളിച്ചിരുന്നു, പിന്നെ അത് ഗ്യാപ്പ് ഇട്ടു. ഇപ്പൊ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് കളിച്ചു നോക്കി. സംഭവം അടിപൊളിയാണ്. അപ്പൊ എന്താണ് ഇതിലെ അടിപൊളി കാര്യം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഇത് വന്നിട്ട് ഇന്ത്യൻ ബേസ്ഡ് ഒരു ആപ്ലിക്കേഷനാണ്. ഗുജറാത്ത് സൂറത്തിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. റാവുൾ എന്ന് പറഞ്ഞൊരു ആളാണ് അതിന്റെ ഫൗണ്ടർ. ആള് ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു നല്ല കിടിലൻ 10 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്പിൾസിലും അതുപോലെ തന്നെ സാധാരണ ആൻഡ്രോയിഡ് ഫോൺസിലും സാധനം വർക്കിംഗ് ആണ്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതില് മെയിൻ ആയിട്ട് കുറച്ച് നല്ല ബ്രാൻഡ് അംബാസിഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കിരോൺ പൊള്ളാട്, നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് പ്ലെയർ ഹർഷൽ പട്ടേൽ, അക്സർ പട്ടേൽ, അതുപോലെ ഉമ്രാൻ മാലിക്, നമ്മുടെ തീണ്ട ബോളർ ഉമ്രാൻ മാലിക്, അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് വന്നിട്ട് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഗെയിമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കെപ്പോഴും നമ്മളെല്ലാവർക്കും പറഞ്ഞ പ്രശ്നമാണ്, നമ്മുടെ ടീം വന്നിട്ട് പോയിന്റ് കുറവിലാണ് നമുക്ക് എപ്പോഴും പ്രൈസ് നഷ്ടപ്പെടാറ്. പക്ഷെ ഇതിൽ വന്നിട്ട് ഒരു വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ഏറ്റവും മോശം പോയിന്റിലേക്ക് വരിക, അതായത് ഏറ്റവും കുറവ് പോയിന്റ് എന്ന് പറഞ്ഞ ടീമിന് വന്നിട്ട് ഫസ്റ്റ് അടിക്കാം. അതായത് ലാസ്റ്റ് വരുന്ന ടീമിന് ഫസ്റ്റ് കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഇപ്പൊ നമ്മളൊരു കളി നടക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കളി തന്നെ 4 സെക്ഷനായിട്ട് അവർ ഗെയിം വെച്ചിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ഫുൾ മാച്ച്, അത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ആപ്പിലും കളിക്കുന്ന പോലെ തന്നെ ഫുള്ളായിട്ട് ആ ഗെയിം വെച്ചിട്ട് കളിക്കണം. സാധാ പോലെ ടീം ഇരുന്നു സാധാ പോലെ കളിച്ചു പോകും. രണ്ടാമത്തെ പ്രശ്നം വന്നാൽ ബാറ്റിംഗ് മാത്രമായിട്ട്, അതായത് നമ്മളെ ബാറ്റേഴ്സിനെ മാത്രം വെച്ചുകൊണ്ട് ടീം എടുത്തിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്ക് പ്രൈസ്. അതുപോലെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബോളർമാരെ മാത്രം വെച്ചുകൊണ്ട് ഒരു ലൈനപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഫസ്റ്റ് വരുന്ന ആൾക്ക് പ്രൈസ്. അതുപോലെ ഫോർത്ത് ഓപ്ഷൻ, അതാണ് നമ്മൾ ഈ പറഞ്ഞ വെറൈറ്റി ആയിട്ട് സംഭവം. അതായത് ലാസ്റ്റ് വരുന്ന ആൾക്കാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളതിൽ വന്നിട്ടൊരു നോൺ പ്ലേയിങ് ആളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള പ്ലെയർ ആയിരിക്കും ആ നോൺ പ്ലേയിങ് ആയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പോയിന്റ് കൂടും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇത് വന്നിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. ലാസ്റ്റ് വരുന്നവർക്കും ഫസ്റ്റ് ആവാം. അതുപോലെ തന്നെ എല്ലാ ആപ്പ് പോലെ തന്നെ ഇതിലും റഫറും സൈൻ അപ്പ് ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രിക്കറ്റിന് പുറമെ ഫുട്ബോൾ, ഹോക്കി തുടങ്ങിയ മറ്റു കളികൾ ഇതിലുണ്ട്. അപ്പോൾ നമുക്കിത് താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വന്നിട്ട് ഒരു പ്യുവർലി ഒരു എന്താ പറയാ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഞാനോ എൻ്റെ ചാനലിലോ വന്ന് റെസ്പോൺസിബിൾ അല്ല. നിങ്ങളുടെ ഫിനാൻഷ്യൽ ലോസസിനോ അതുപോലെ ഡാറ്റ ലോസിനോ സ്വന്തം സ്മാർട്ടായി സേഫായിട്ട് സ്വന്തം റിസ്കിൽ മാത്രം ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.